ഓഫർ ഉണ്ടെന്നാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഈ കേട്ടൻ ഏതാ മോഡല്? കേട്ടൻ നമുക്ക് 2010 മോഡലാണ്. 2010 മോഡലാണ്. 11 രജിസ്ട്രേഷൻ ഉണ്ടോ? 11 രജിസ്ട്രേഷൻ ഉണ്ട്. 1,10,000 രൂപയ്ക്ക് 1,10 കൊടുക്കാം. ഓക്കെ. ഈ ഡാറ്റ്സൺ ഗോ ആണെങ്കിൽ നമുക്ക് 1,90 കൊടുക്കാം. 2015 മോഡലാണ്. 2015 മോഡൽ ഡാറ്റ്സൺ ഗോ ഒരു വെറൈറ്റി കളർ സാധനം അല്ലേ? 1,90 കൊടുക്കാം. ഓക്കെ. 1 ലക്ഷം രൂപ കൊടുക്കാം. ഏതാ മോഡൽ? ഡീസൽ ആണോ? 2007 മോഡൽ ഡീസൽ. 2007 മോഡൽ ഡീസൽ 1,00,000 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ. ഞാൻ ഇയോണോ ആണെങ്കിൽ നമുക്ക് 2016 മോഡലാണ് 2,50,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ ഓഫറിന്റെ ഇടയിൽ കൂടി ഇത് ചെറിയ റേറ്റ് കൂടിക്കണം. പ്രശ്നമല്ലേ? ഞാൻ പെർഫെക്റ്റ് ആണ്. വണ്ടി അത്ര നീറ്റ് ആയതുകൊണ്ടാണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇതിലിപ്പോ റീപ്ലേസോ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ് ഇപ്പൊ നമുക്ക് റേറ്റ് എന്താ വെച്ചാൽ ചെറിയ ബഡ്ജറ്റിൽ എടുക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഒന്നും ക്ലിയർ ചെയ്ത് കൊടുക്കും. നമ്മൾ തന്നെ നല്ല വണ്ടിയാണ് നല്ല റേറ്റിന് എടുക്കുക. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ കോമ്പറ്റീഷനാണ്. അപ്പൊ നമുക്ക് നല്ല വണ്ടി വരെ ഇവരെ വണ്ടിന്റെ പ്രത്യേകത പറഞ്ഞാൽ മെയിൻ ആയിട്ട് കിലോമീറ്റർ കുറവായിരിക്കും. അതേപോലെ തന്നെ ഓണർഷിപ്പ് കുറഞ്ഞിരിക്കും. മെക്കാനിക്കലി ഫിറ്റ് ആയിരിക്കും അല്ലേ? കസ്റ്റമർക്ക് ഒന്നും ചെയ്യാനുണ്ടാവും. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണേ. വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 ദിവസമൊക്കെ വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല. കാരണം ഓഫർ ഉണ്ടോ നമ്മൾ എന്തായാലും വരും. കാരണം ഇപ്പൊ ചെറിയൊരു പൈസക്ക് അല്ലേ നമുക്ക് കാറ് കൊടുക്കുക. ഒരു ഡാറ്റ്സന്റെ ഗോ 2014 അല്ലേ? 2014 ഒരു കളർഫുൾ ലേഡീസിനൊക്കെ പറ്റിയ ഒരു അടിപൊളി കളർ, ഒരു അട്രാക്ഷൻ കളർ. നമുക്ക് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം? നമുക്കൊരു 1,90 കൊടുക്കാം. ഏതാ മോഡൽ? 2014. ഓൺഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. കിലോമീറ്റർ 40 സംതിങ് കിലോമീറ്റർ ഓടിക്കും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 1,90. അതേപോലെ തന്നെ എത്രയുടെ ശേഷമുള്ള വണ്ടികൾക്കാണ് 1 ഇയർ വാറന്റി കൊടുക്കുന്നത്? നമുക്ക് 16 ശേഷമുള്ള 2016 ശേഷമുള്ള വണ്ടികൾക്കൊക്കെ 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള മെയിൻ വണ്ടികൾ എല്ലാ വണ്ടികളും നോക്കുകയാണെങ്കിലും കിലോമീറ്റർ കുറഞ്ഞ, ഓണർഷിപ്പ് കുറഞ്ഞ, മെക്കാനിക്കലി ഫിറ്റ് ആയിരിക്കും. എല്ലാ വണ്ടി പർച്ചേസ് ചെയ്യാം. ഓക്കെ. കാരണം ഒരു 10 രൂപ കൂടി കഴിഞ്ഞാൽ എന്താ ഒരു പ്രശ്നമില്ല. കാരണം എന്താ നല്ല വണ്ടി നോക്കിയൊക്കെ കിട്ടും. അപ്പൊ ഒരുപാട് വണ്ടിയുണ്ട്. i20 ഉണ്ട്, അതേപോലെ തന്നെ സിയാസ് വരുന്നുണ്ട്, അൾട്ടോണർ വരുന്നുണ്ട്. മഴയൊക്കെ അല്ലേ? ഇനിയിപ്പോ ഇവിടെ അല്ലാതെ ഇവരെ ബ്രാഞ്ച് വേറെ ഉണ്ട്. നമ്മളെ പാവങ്ങാട് ഉണ്ടല്ലേ? അപ്പൊ ഇവരെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വണ്ടിന്റെ കാറ്റലോഗ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരണം. നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇടാറുണ്ട്. നമുക്ക് കൊടുവള്ളി ആണെങ്കിൽ നമുക്ക് 2 ബ്രാഞ്ചാണ്. അതിൽ കൊടുവള്ളി ആണെങ്കിൽ താമരശ്ശേരി, കോഴിക്കോട് കൊടുവള്ളി, താമരശ്ശേരി റോഡിൽ സൗത്ത് കൊടുവള്ളി ഓട്ടോ പഞ്ചറിലേക്ക് വന്നാൽ മതി. അപ്പൊ എന്തായാലും ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കാം. പിന്നെ വീണ്ടും പറയാണ്, എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്യുക. സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 2016 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും 1 ഇയർ വാറന്റി എന്തായാലും കൊടുക്കുന്നതാണ്. നമുക്ക് ബസ്സിൽ തന്നെ എവിടെ തുടങ്ങാം? ഏത് ഭാഗത്ത് തുടങ്ങാം അല്ലേ? ഓക്കെ. ടെസ്റ്ററും ഉണ്ട്, നിസാന്റെ ടെറാനും ഉണ്ടല്ലേ? നമുക്ക് ഈ ടെസ്റ്റർ ഏതാ മോഡൽ? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ, മാനുവൽ 85 ആണ് വരുന്നത്. ഡീസൽ അല്ലേ? ഡീസലാണ്. ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. പക്ഷെ വണ്ടി കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ 90,000 ഓടി. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? നമുക്കൊരു 7,5 ലക്ഷം രൂപയ്ക്ക്. 7,5 ലക്ഷം. എത്ര ലോഡ് കയറും? നമുക്കൊരു 6.5 ലക്ഷം രൂപയോളം ലോൺ കയറും. എത്ര? 6.5 ലക്ഷം രൂപയോളം. 6 ലക്ഷം. അതായത് ഒരു 75,000 രൂപ വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ. നിസാന്റെ ടെറാനോ ഏതാ മോഡൽ? വണ്ടി എന്താ വെച്ചാൽ ഞങ്ങളെ വണ്ടി തന്നെയാണ്, ഞാൻ കൊണ്ടുനടക്കുന്ന വണ്ടിയാണ്. സെൽട്ടോസ് എടുത്തപ്പോൾ അതുകൊണ്ട് കൊടുക്കാണ്. ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. 2017 ഓട്ടോമാറ്റിക്. ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. നമ്മുടെ പേരിലുള്ള വണ്ടിയാണ്. കിലോമീറ്ററോ? നിലവില് 86,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? നമുക്കൊരു 6.25 ലക്ഷം രൂപ കൊടുക്കും. 6.25. എത്ര ലോഡ് കയറും? നമുക്കൊരു 6.25 ലക്ഷം രൂപ, ഒരു 50-60 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഇറക്കി ചെറിയൊരു പൈസ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഈ ഒരു i20 ഏതാ മോഡൽ? നമുക്ക് 2014 മോഡൽ മാഗ്ന ഡീസലാണ്. 2014 മാഗ്ന ഡീസൽ. 80,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്കൊരു 4,70,000 രൂപ. 4,70,000. എത്ര ലോൺ കയറും? 4 ലക്ഷം രൂപയ്ക്ക് എന്തായാലും ലോൺ കയറും. ഒരു 70,000 വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഡാറ്റ്സൺ ഗോ നമ്മൾ പറഞ്ഞതാണ്. 40 രൂപയ്ക്ക് മതി. 40,000 വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. നല്ലൊരു വണ്ടി 2015 വണ്ടിയാണ്. 2015 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? 50,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്കൊരു 2.50 കൊടുക്കാം. 2015 2.5 ലക്ഷം രൂപ. എത്ര ഓട്ടം പറഞ്ഞത്? കിലോമീറ്റർ 50,000. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. സിയാസ് ഡീസലാണോ പെട്രോൾ? ഡീസലാണ്. 2014 മോഡൽ 15 രജിസ്ട്രേഷൻ സിയാസ് ആണ്. 15 രജിസ്ട്രേഷൻ. VDI പ്ലസ് ആണ്. VDI പ്ലസ്. നിലവിൽ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി എക്സ്ട്രാ. ഓൺഷിപ്പ് തേർഡാ വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? നമുക്ക് 97,000 ഓടിയിട്ടുണ്ട്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്കൊരു 4,70,000 രൂപ. 4,70,000. എത്ര ലോഡ് കയറും?
ഒരു 4 ലക്ഷം രൂപ ലോൺ 4 ലക്ഷം രൂപ 2016 അല്ലേ പറഞ്ഞത്? 14 ഉണ്ട് 2014 സിയാസ് ഡീസൽ 4,70,50,000 രൂപയ്ക്ക് മാക്സ് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഐറ്റം ചെയ്താൽ നമുക്ക് 2014 മോഡലാണ്. 2014 ആസ്ട്രിയാണ് വണ്ടി. ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് പതിനെത്ര? നമുക്കൊരു 4,85 കൊടുക്കും. 4,80,000. എത്ര ലോൺ കയറും? അത് ഒരു 10-60 രൂപ ഡൗൺ പേയ്മെന്റ്. 10-60, അതായത് ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് മതി, ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നതാണ് ടിയാഗോ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 19 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏത് ആവശ്യം വരുന്നത്? എക്സെറ്റ് 2019 സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. കിലോമീറ്റർ നമുക്ക് 50,000 വരും. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് പതിനെത്ര? നമുക്കൊരു 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 5 ലക്ഷം രൂപയ്ക്ക് 2019 ഓട്ടോമാറ്റിക്. 4,95 കൊടുക്കും. 4,95 2019 ഓട്ടോമാറ്റിക്. ഇതൊക്കെ പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എത്തിയോസ് ലിവ. നമുക്ക് 2016 വണ്ടിയാണ്. 2016 45,000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വി ലിമിറ്റഡ് ആണ്. ഡീസൽ അല്ലേ? പെട്രോൾ ആണ്. പെട്രോൾ. നിലവിൽ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക്. റിയാണോ അല്ലേ? കേരള ഒറിജിനൽ കേരള വണ്ടി. എത്ര ലോൺ കയറും? ഒരു 4,00,000 രൂപ എന്തായാലും ലോൺ. 4 ലക്ഷത്തെ ലോൺ. ഒരു 50,000 രൂപ വണ്ടി വേണം സുഖമായി വേണം നടക്കാം. ഓക്കെ, ഈ ഒരു ഐറ്റാണോ? ഐറ്റാണ് 2013 മോഡലാണ്. 2013 മോഡൽ സ്പോർട്സ് ഓപ്ഷനിലാണ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2013 സ്പോർട്സ് ഓപ്ഷനിൽ 1 lakh കിലോമീറ്റർ ഓടിച്ചു. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മൈനർ ആയിട്ടുള്ള ഒരു മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടോ? മൈനർ ക്ലെയിം ചെയ്തതാണ്. ഓക്കെ, അത് മാത്രമുള്ള റീപ്ലേസ്മെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് നമുക്കൊരു 2,90,000 രൂപ. എത്ര? 2,90 കൊടുക്കാം. 2013 2,95 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവിടെ ഉള്ള ആ ഒരു കേട്ടന് അൾട്ടോൺ കൊടുക്കാനുള്ളല്ലേ? അപ്പൊ നോക്കിയാലോ? വരുന്ന കേട്ടന് 2019 മോഡലാണ്. 2019 കേട്ടന്. 2021 വണ്ടി കേട്ടോ. 2021 വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 40 സംതിങ് കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. റീപ്ലേസ് ബോണറ്റും ഉണ്ട്, ഡോറും ഉണ്ട്. ഉള്ളിലെ കപ്രോളും കാര്യങ്ങളും ഒന്നുമില്ല. ബോണറ്റും ഗ്ലാസും മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 2021 മോഡലാണ്. 42,000 കിലോമീറ്റർ അല്ലേ? ലാസ്റ്റ് മൈനത്ര? നമുക്കൊരു 3.5 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയ്ക്ക് എത്ര ലോൺ കയറും? നമുക്ക് ഏകദേശം ഒരു 10-20,000 രൂപയ്ക്ക് മതി. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഐറ്റം നമുക്ക് റയർ വണ്ടിയാണ്. എന്താ? ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2009 മോഡൽ. 29 വരെ പേപ്പർ ഉണ്ട്. അതെ, പെട്രോൾ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1,30,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, റീപ്ലേസ് ഉണ്ടെന്നാണോ? ഒരു ഡോർ മാത്രം റീപ്ലേസ്. 2009 ഒന്നും പറയാനില്ല, അങ്ങനെ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. മൈനർ ആയിട്ട് ഒരു ഡോർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അത് കമ്പനിയിൽ തന്നെയാണ് കുറെ മുന്നേ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2009 ആണ്. ഓട്ടോമാറ്റിക്. ലാസ്റ്റ് മൈനത്ര? നമുക്കൊരു 1,75 കൊടുക്കും. 1,70,000 രൂപ. 2009 ഓട്ടോമാറ്റിക് 1,75 പേപ്പറുള്ള വണ്ടി. ഓക്കെ, ഈ കേട്ടനോ? കേട്ടൻ നമുക്ക് 2016 വണ്ടിയാണ്. 2016 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. LXI ആണ്. കിലോമീറ്റർ വരുന്നത് നമുക്ക് 1,20,000 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് മൈനത്ര? ഒരു 2,50 കൊടുക്കും. 2,50. ഓക്കെ, ലോൺ എത്ര കയറും? നമുക്കൊരു 50,000-40,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ്. ഓക്കെ, നിങ്ങളല്ലേ ഉള്ളിൽ ഏതോ ഒരു ഐറ്റം ഓഫർ ഉണ്ട് പറഞ്ഞു. ഓക്കെ, എന്നാ അങ്ങോട്ട് പോവാ. ഈ ഡ്രൈവർ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഡ്രൈവർ നമുക്ക് 2021 മോഡലാണ്. 21 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 27,000 ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 2021 25,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നും. സിംഗിൾ ഓണർഷിപ്പ്. ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്കൊരു 5,30 കൊടുക്കാം. എത്ര ലോൺ കയറും? മാക്സിമം ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു 5 ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം. ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ 2021 25,000 കിലോമീറ്റർ ഓടിച്ച ഡ്രൈവർ കൊടുത്ത് നൽകാം. നമുക്കൊരു 1 ഇയർ വാറണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടി കൊടുക്കാം അല്ലേ? ഓക്കെ, ഈ ടിയാഗോ നമുക്ക് 2017 മോഡലാണ്. XT ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി നമുക്കൊരു 3,70 കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ 3,70 വാറണ്ടിയിൽ കൊടുക്കാം. 3,70 വാറണ്ടി ആയിട്ട് കൊടുക്കാം. എത്ര ചെറിയ ഡൗൺ പേയ്മെന്റ്? എത്ര ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഐറ്റം നമുക്ക് നിലവിൽ ആസ്ട്രിയാണ് വരുന്നത്. 2019 പെട്രോളാണ്. 2019 മോഡലാണ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? 6,20 കൊടുക്കാം. 6,20,000. 2019 ഓട്ടോ എത്ര പറഞ്ഞത്? 42,000 ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി വരും? അതും ഈ പറഞ്ഞ ഒരു 50 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ്. 50,000 രൂപ. അതായത് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ,
ഞാനപ്പോൾ നെക്സ്റ്റ് I20 ഏതാ മോഡൽ വരുന്നത്? 2019 മാഗ്നയാണ് വരുന്നത്. 2019 മാഗ്ന പെട്രോൾ അല്ലേ? അത് പെട്രോൾ ആണ്. ഓൺഷിപ്പ് നമുക്ക് തേർഡ് ആണ് വരുന്നത്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് വരെ എത്ര? ലാസ്റ്റ് നമുക്ക് ഒരു 5.35 കൊടുക്കും. 5.35. എത്ര ലോൺ കയറും? അത് ഈ പറഞ്ഞ മാതിരി ചെറിയ ഡൗൺ പേയ്മെന്റ്, ഒരു 5 രൂപയുടെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ്. ട്രാക്കുള്ള കസ്റ്റമർക്ക് നമുക്ക് മാക്സിമം ഡൗൺ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏതാണ്? നമുക്ക് റയർ വണ്ടിയാണ്, ക്യാപ്ചർ ആണ്, ഡീസൽ. ഏതാ മോഡൽ? 2018 വണ്ടി, 17 മോഡൽ 18 വണ്ടിയാണ്. 2017 മോഡൽ 2018 വണ്ടിയാണ്. ഓൺഷിപ്പ് നിലവിൽ സിംഗിൾ ഓൺഷിപ്പ് ആണ്. അല്ല, 2018 വണ്ടി തന്നെയാട്ടോ. 2018 അല്ല, 18 വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. റീപ്ലേസ് ഒന്നുമില്ല. 70,000 കിലോമീറ്റർ ആണ്. RXT ഓപ്ഷനിലാണ്. ബട്ടൺ ഷർട്ട് കാര്യങ്ങളെല്ലാം വരും. ഫീച്ചേഴ്സും വരും. ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഡൗൺ പേയ്മെന്റ് എത്ര വേണം വണ്ടി ഇറക്കാൻ? നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് എത്ര? ഒരു 10-50 രൂപയ്ക്ക് മതി. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് 6 ലക്ഷം രൂപയ്ക്ക് വാറണ്ടിയിൽ കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് 1 ഇയർ വാറന്റിയോട് കൂടി നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, ഈ ടിയാഗോ അല്ല, മറ്റേ 2019 XZ ആണ്. ടിഗോർ അല്ലേ? ടിഗോർ 2019 XZ ആണ്. കിലോമീറ്റർ 17,000 ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ. റിപ്പേഴ്സ് ഉണ്ടോ? ഒന്നുമില്ല. നമുക്കൊരു 4 ലക്ഷം രൂപയ്ക്ക് എടുക്കാം. എത്ര? 4.5 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. 4.5 എത്ര ലോൺ കയറും? അതിപ്പോ ചെറിയ ഡൗൺ പേയ്മെന്റ് മതി. ഒരു 4.25 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ എന്തായാലും ലോൺ കയറും. ഓക്കെ, ഈ ഒരു ഐറ്റം ഏതാ മോഡൽ വരുന്നത്? ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുക. 2013 മോഡൽ സ്പോർട്സ് ഓപ്ഷനിലാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് കൂടുതലാണ്, 4th ആയിട്ടുണ്ട്. കിലോമീറ്ററോ? പക്ഷെ കിലോമീറ്റർ 90,000 കിലോമീറ്റർ ആണ്. വണ്ടി എക്സ്ട്രാ നീറ്റ് ആണ്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് എത്ര വയ്ക്കുന്നത്? നമുക്ക് 2,80,000 രൂപ. 2.80 2013 ആയിട്ടാണ് അല്ലേ? നല്ല കണ്ടീഷൻ വണ്ടി. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 2 രൂപ റേഞ്ച് ലോൺ കയറ്റി കൊടുക്കാം. ഓക്കെ, 80,000 വണ്ടി കിഡ് നമുക്കൊരു 2020 മോഡലാണ് വണ്ടി. 2020 മോഡലാണ്. RXT ആണ്. 1 ലിറ്റർ ആണ്. ഓണർഷിപ്പ് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് എത്ര? നമുക്കൊരു 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ, ഒരു I20 നമുക്ക് 2014 വണ്ടി ആസ്റ്റിയാണ്. 2014 ആസ്റ്റിയാണ്. അത് നിലവില് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കാൻ എടുക്കാനുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഒരു 4.40 പെട്രോൾ 4.40 കൊടുക്കാം. 2014 അല്ലേ? 4.40 എത്ര ലോൺ കയറും? ഒരു 10-60 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ്. 60,000 വണ്ടി സുഖാരി ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ, ഈ ഒരു ആൾട്ടോ 2016 80,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 2016 സെക്കൻഡ് ഓണർഷിപ്പ്, 80,000 കിലോമീറ്റർ. ടയർ ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. LXI ആണ് വരുന്നത്. LXI ആണ് വരുന്നത്. റീപ്ലേസ് ഉണ്ടോ? ലാസ്റ്റ് എത്ര? നമുക്കൊരു 2.55 കൊടുക്കാം. 2,50,000 രൂപ കൊടുക്കാം. ഒരു 40 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ലോൺ ചെയ്ത് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ നിസാന്റെ മൈക്രോ കൊടുക്കാനുള്ളതാണോ? 2011 മോഡലാണ്. 2011 മോഡലോ? ഓണർഷിപ്പ് തേർഡ് ആണ്. ഡീസലാ? ഓണർഷിപ്പ് തേർഡ് ആണ്. കിലോമീറ്ററോ? 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി മെക്കാനിക്കലി ഫിറ്റ് ആണ്. വണ്ടി ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. മൈക്രോ ഡീസൽ കറക്റ്റ് എത്ര മൈലേജ് കിട്ടും? നമുക്കൊരു 20 പുറത്ത് എന്തായാലും കിട്ടും. 20 എന്തായാലും കിട്ടും അല്ലേ? ലാസ്റ്റ് ബ്ലാക്ക് നല്ല അടിപൊളി കളർ അല്ലേ? ലാസ്റ്റ് വില എത്ര? 1,90,000 രൂപയ്ക്ക് കൊടുക്കാം. 1.90 2011 ഡീസൽ നിസാന്റെ മൈക്രോ. ലോൺ കയറുമോ? ലോൺ സേട്ട് ലോൺ നമുക്ക് കയറുള്ളൂ. അത്രക്കും നല്ല ശ്രീരാമൊക്കെ നമുക്ക് സംസാരിച്ചൊക്കെ ഒരു 1 ഇയറിനൊക്കെ നമുക്ക് കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു 1 ഇയർ വാറന്റിയും കൊടുക്കും. നമ്മൾ കറക്റ്റ് സ്പോട്ട് കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ താമരശ്ശേരി റോഡിൽ സൗത്ത് കൊടുവള്ളി. കൊടുവള്ളി എത്ര മുന്നേ സൗത്ത് കൊടുവള്ളിയിൽ ഓട്ടോവഞ്ചർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ട്. ഇവിടെ തന്നെ നെക്സ്റ്റ് ഒരു ഷോറൂം ഉണ്ട് പാവങ്ങാട്. അപ്പോൾ ഇവരെ അടിയിൽ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്ര വണ്ടി ഉണ്ട് ആ വണ്ടിന്റെ ഫുൾ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങ് അയച്ചു തരുന്നതാണ്. പൂർണ്ണമായും വണ്ടി ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. ഒരു 10-20 കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും ടെൻഷൻ അടിക്കണ്ട. കിലോമീറ്റർ കുറഞ്ഞ RC ഓണർഷിപ്പ് കുറഞ്ഞ വണ്ടികൾ കിട്ടുമല്ലേ? അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ട് വേഗം വിളിച്ചോളൂ.